പിന്നെ നമ്മുടെ മറ്റേ ഡ്രോയിങ് ഉണ്ട്, നമ്മുടെ അന്നത്തെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ ജോമോൻജിയുടെ ബ്രദറാണ്. നമുക്ക് ഇത് തന്നെ മതി. എത്ര രൂപയാണ്? ഏറ്റവും പുതിയ ഒരാളെന്നാണ് നമ്മളെ സംബന്ധിച്ചോളം പുതിയതായിരിക്കാം. പക്ഷെ ബക്കാളിയുടെ മാംഗോ ചില്ലി ഇതുവരെ മാർക്കറ്റിൽ പോലും ഇതും ഡ്രങ്കൻ കാണണ്ട ബീഫ് ഫ്രൈ. അതെ, ഇത് നീ എന്താ പറയാ കണ്ടുപിടിക്കാൻ പെട്ടെന്നായിരിക്കും. ചിലപ്പോ എന്റെ ബോഡി കിട്ടുന്ന അങ്ങനെ ആയിരിക്കും, ചിലപ്പോ ഇങ്ങനെയൊക്കെയുള്ള സീനിലായിരിക്കും. ഇന്നിപ്പോ മൺഡേ ആണ് ആക്ച്വലി, മൺഡേ. അപ്പൊ മൺഡേ ഇപ്പൊ രാത്രി ഏകദേശം ഇപ്പോ 8 മണി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചുങ്കത്തുള്ള. കാരണം നാളെ അവധി ആയതുകൊണ്ട് നമുക്ക് സാധനം കിട്ടത്തില്ല. അതാണ് ഇന്ന് തന്നെ മേടിച്ചു വെച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നമ്മൾ വരാതിരുന്നപ്പോ നമ്മൾ ആകർഷിക്കാൻ വേണ്ടിട്ടാണോ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ വൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. എനിക്കും കൂടുതൽ പ്രിഫറൻസ് വൈറ്റിനോടാണ്. ഇതാണ് ആക്ച്വലി വൈറ്റിന്റെ ആ ഒരു ഏരിയ. നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല. നമ്മൾ ചെറുതിലേക്കൊന്നും നോക്കുന്നില്ല, കാരണം നമുക്ക് 3-4 പേരുണ്ട്. വേറെ എന്തായാലും ഫുള്ള് അല്ലെങ്കിൽ ലിറ്ററോ ഇത് കുറഞ്ഞൊരു കളിയില്ല. ഇത് ബക്കാളിയുടെ മാംഗോ ചില്ലിയ. ഇനി ഒരു ചോദ്യം ഇല്ല, നമുക്ക് ഇത് തന്നെ മതി. എത്ര രൂപയാണ്? 1700 രൂപയാണ്. പക്ഷെ സാരമില്ല, മാംഗോ ചില്ലി എന്ന് കേട്ടാൽ പിന്നെ ഇനി വേറെ അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഫ്ലേവേർഡ് സാധനങ്ങൾ. ക്ലബ് ഹൗസ് ഇതാരൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്ത സാധനം കേട്ടോ, ക്ലബ് ഹൗസ്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നമുക്ക് ഇനി കൂടുതൽ ചോദ്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും ബക്കാടി മാംഗോ ചില്ലി നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇത് തന്നെ പടയ്ക്കാം. ഓർക്കണം, ഫ്ലേവേർഡ് വാട്ടറാണ്, ഇറ്റ്സ് നോട്ട് ആൽക്കഹോൾ. കാത്തിരിക്കാണ്. ഇപ്പൊ രാത്രിയായി. ഈ സാധനം കൊണ്ട് നാളെ ഒന്ന് പുലരുന്ന നേരം വരെ ഒന്ന് കാത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാടെന്ന് പറയാം. എന്തായാലും നമുക്ക് നാളെ രാവിലെ കാണാം. സ്റ്റേ സേഫ് ഗായ്സ് ആൻഡ് എൻജോയ് ദ വീഡിയോ. പിന്നെ നമ്മുടെ മറ്റേ ഡ്രോയിങ് ഉണ്ട്, നമ്മുടെ അന്നത്തെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ ജോമോൻജിയുടെ ബ്രദറാണ് ആക്ച്വലി. അപ്പൊ ഇന്ന് ആൾബലം കൂടുതലാണ്. പിന്നെ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 പേരാണ് നമ്മള്. 5 പേര് കൊണ്ട് താങ്ങൂടെ ഇത്? ഇല്ല, നമുക്ക് വേറെ ഇറക്കാൻ ഇന്ന് അവധിയാണല്ലോ. അതെ, പക്ഷെ എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ, എപ്പോഴും നീ നിന്റെ കൂടെ വന്നുള്ള ശീലമായതുകൊണ്ടേ. അതെ, ഇത് മതി. അത് എന്ത് എളുപ്പത്തിൽ വന്ന്. അതെ, ശരി. നമ്മൾ അവിടെ നിന്ന് കയറി ഒരുപാട് കറങ്ങിയാ വരുന്നു. ഇവിടെ കണ്ടല്ലായിരുന്നു. ഹലോ, അറിയാ? ഓ, അതിനെന്താ കല്യാണമൊന്നും അല്ലല്ലോ. ഒരാളെ കൊടുത്തെന്ന് കേട്ട്. മറ്റേ ആളെന്തി? അതെ, ഓ അത് ശരി. ആ, അതെ അതെ, എനിക്ക് എപ്പോഴും ഇവിടെ അതാണ് പേടി. ജോമോൻജിയുടെ ഇപ്പൊ കുറെ കാലമായി. ഇപ്പൊ എത്ര നാളായോ? എന്തോ 1 വർഷത്തോളം. അതെ, 1 വർഷത്തോളമായി. ഏത് ലേമുണ്ട്, ഏത് ബ്രാൻഡും കണ്ടായിരുന്നു അല്ലേ? ക്രിസ്മസിനാണ് ഇവിടെ നമ്മൾ അടിച്ച് പൊളിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ റൂമിലോട്ടൊക്കെ പോയത്. 5 പേർക്കൊരു ഫുള്ള് എന്ന് പറയുമ്പോൾ ഇത്തിരി കഠിനമാണ്. പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഞങ്ങളൊക്കെ വളരെ 10ഉം 15ഉം ഒക്കെ വെച്ച് മാത്രം കഴിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംബന്ധിച്ചോളം അതൊന്നും ഒരു വിഷയമല്ല. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ കുറച്ച് കഴിച്ചാൽ മതി. 3 പേര് ഫുൾ എന്ന് പറയുമ്പോൾ കൂടുതൽ കഴിച്ചേക്കാം. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമ്മളത് ലിമിറ്റേഷൻ വെച്ച് മാത്രം, ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. അതും നമ്മുടെ ചാനലിലും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിനും ഒരു വളരെയധികം പ്ലസ് പോയിന്റ് ആണ് ആക്ച്വലി. നമ്മളിപ്പോ തന്നെ 3 പേരുണ്ട്. നമുക്ക് എന്തായാലും ഇനി വെച്ച് താമസിപ്പിക്കാൻ വയ്യ. കാര്യങ്ങളെല്ലാം സെറ്റായി കഴിയും. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു അതിഥിയായതുകൊണ്ട് നമുക്ക് അതെ തീർച്ചയായിട്ടും ആ ഒരു എക്സൈറ്റ്മെന്റും ത്രില്ലും ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ മാംഗോ ചില്ലി ഇറക്കി കിങ്സ് വെല്ലി, പക്ഷെ ഇത് നമ്മുടെ സ്വന്തം ബക്കാളി തന്നെ ഒരു മാംഗോ ചില്ലി ഇറക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം. പക്ഷേ അതിന് വ്യത്യാസം ഉണ്ടല്ലേ മിസ്റ്റർ ജോമൻ? പുതിയ ഒരാളെന്നാണ് നമ്മളെ സംബന്ധിച്ചോളം പുതിയതായിരിക്കാം.
പക്ഷെ ബക്കാടിയുടെ മാംഗോ ചില്ലി ഇതുവരെ നമ്മൾ മാർക്കറ്റിൽ പോലും കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. അപ്പൊ പുതിയ സാധനമാണ്. കാരണം നമ്മള് എനിക്ക് തോന്നുന്നു ഈ മാസം തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ്. ആയിരിക്കും തീർച്ചയായിട്ടും. ഞാൻ പിന്നെ അങ്ങോട്ട് 6-ാം തീയതി ഈ മാസം 6-ാം തീയതി. അപ്പൊ ഒരാഴ്ച അല്ല 2 ആഴ്ചത്തോളം ആയതേ ഉള്ളപ്പോ അത് പ്രൊഡക്ഷൻ. ഇപ്പൊ നമ്മുടെ ബോട്ട് ഇവിടെ എത്തിയത് അതിന് ശേഷം ആയിരിക്കും ഒരു പക്ഷെ. കാരണം ഫുൾ സ്റ്റോക്ക് ആയിട്ടിരിക്കുവായിരുന്നു, ആരും എടുത്തിട്ടില്ല. ബക്കാടി ഓറഞ്ച് ഒക്കെ പോലെ തന്നെ തോന്നുമെങ്കിലും സത്യം ഞാനിത് ആദ്യമേ കണ്ടപ്പോൾ ബക്കാടി ഓറഞ്ചാന്ന് കരുതി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മാറിപ്പോവായിരുന്നു. എന്ത് മറ്റേ പിങ്ക് ബോട്ടിൽ എടുക്കാന്ന് പിന്നെ വിചാരിച്ച്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് കണ്ടത് ഇവൻ അവിടെ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഇതങ്ങ് കച്ചവടം ആക്കി വെച്ച്. പഴുത്ത മാങ്ങ കേട്ടോ ഇത്. മാംഗോ ചില്ലി ആണെങ്കിലും ഗ്രീൻ മറ്റേതാണ് മാംഗോ ചില്ലി തന്നെയല്ലേ, ഗ്രീൻ മാംഗോ ചില്ലി എന്നല്ലോ അതിന്റെ പേര്. അത് ഗ്രീൻ മാംഗോയുടെ ഫ്ലേവറാണ്. അപ്പൊ ഇത് പഴുത്ത മാങ്ങയല്ലേ, അപ്പൊ ഇത്തിരി മധുരമായിരിക്കുമല്ലേ ചിലപ്പോ. അതെ തീർച്ചയായിട്ടും. മുമ്പ് 2-3 വർഷമായി കാണും ഒരു പക്ഷേ. ആ ടൈമിൽ നമ്മൾ ട്രൈ ചെയ്തതും ഒരു ബക്കാടിയിലായിരുന്നു തുടക്കം. ബക്കാടി ലിമൺ ആയിരുന്നു. നമ്മുടെ ജോമോൻജിയുടെ ടെറസിൽ വെച്ചായിരുന്നു നമ്മൾ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. ഇന്ന് വീണ്ടും നമ്മുടെ ചാനലിൽ നമ്മുടെ ജോമോൻജിയുടെ സെറ്റപ്പിൽ ഒരു ബക്കാടി പിറന്നിരിക്കുകയാണ്. ബക്കാടി മാംഗോ ചില്ലി. ഇതൊക്കെ വെള്ളമൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നു. പുള്ളി വെള്ളമാണ് അടിക്കുന്നത്. ആ ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. ഇതിപ്പോ മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടൊമാറ്റോ ആണോ? ടൊമാറ്റോ കുറച്ച് മുമ്പുണ്ടോ ഞാൻ മേടിക്കാറുള്ളത്. കുറുക്ക് സാധനം നല്ലതാണെങ്കിൽ നമുക്ക് ഇറക്കണം കേട്ടോ. അവിടെ കഴിച്ചില്ല വേണ്ടി തണുത്ത് പോകാൻ പറഞ്ഞു. കപ്പുറത്ത് ഡങ്കന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണത് കപ്പ. കഴിച്ച് പകുതി ആകുമ്പോൾ കുറ്റവും പറയും, ഇത് അങ്ങനെയാണ് ദോഷമാണെന്ന് പറയും. എന്നാലും മൊത്തം കഴിച്ച് തീർക്കുകയും ചെയ്യും. അതെ, മുഖക്കുരു വരുമെന്ന് പറഞ്ഞുകൊണ്ട് പണ്ടുണ്ടല്ലോടാ മിച്ചറിനകന്ന് കപ്പലണ്ടി പെറുക്കി മാറ്റി കഴിയും. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മിച്ചർ വന്നെങ്കിൽ മിച്ചറിനകത്ത് കപ്പലണ്ടി മാത്രം പെറുക്കി തിന്നും. ഇതെല്ലാം നമ്മുടെ വീഡിയോ പരിശോധിച്ചറിയാം. അതെ പിന്നെ അല്ലേ എനിക്ക് മനസ്സിലാവാത്തത് 1, 2, 3, 4 ഈ 1 ഗ്ലാസ് കൂടെ വേണ്ടി വരുമല്ലോ മറ്റോ വരുമ്പോ. ഈ ഗ്ലാസിന്റെ പ്രത്യേകതയുണ്ട്. എല്ലാം ഒരാളെ വേണം അല്ല. പിന്നെ ഇതാണ് ഞങ്ങൾ ഇതിന് പറയുന്നത് രംഗണ്ണൻ ഗ്ലാസ് എന്നാണ്. രംഗണ്ണൻ ഗ്ലാസ് എന്താണ് ഒന്ന് സ്പഷ്ടമാക്കി തരുക. അതായത് ആവേശം സിനിമയില് ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ, ഇൻട്രൊഡക്ഷൻ ഫഹദിന്റെ ബാറിനകത്തുള്ള അതിനകത്ത് വിസ്കി കൊണ്ട് വെക്കുന്നത് ഈ ഗ്ലാസ്സിലാണ്. അതെ അപ്പൊ എല്ലാം ഒരേ ഗ്ലാസ് അല്ലടാ? എല്ലാവരും ഗ്ലാസ് ആണോ? പിന്നെ 2 മാത്രം തണുത്തിരിക്കുന്നു. അതിന് ഗ്ലാസിന്റെ റമ്പത്തെ ഉറപ്പിക്കുകയാണ്. അവിടെ ബിയറൊക്കെ കൊണ്ട് മനുഷ്യൻ ചിലപ്പോഴൊക്കെ ഇതുപോലെ നല്ല ജലദോഷം തൊണ്ടവേനൊക്കെ ആയിട്ട് വരും. അപ്പൊ കൊണ്ട് വയ്ക്കും ഐസ് കെട്ട പോലെ ഒരു ഗ്ലാസിനകത്ത് ഐസ് കെട്ട പോലെ ബിയർ പൊന്നെ അവസ്ഥയാണ് അതൊക്കെ. അപ്പൊ പണി തുടങ്ങാൻ മിസ്റ്റർ ജോമോൻ. അതാരാണ്? ഇതെന്താണ്? ഇതും ഡ്രങ്കൻ കാണണ്ട ബീഫ് ഫ്രൈ. അതെ അടിപൊളി. കപ്പലണ്ടി ഇല്ലേ? വേണ്ട കപ്പലണ്ടി വേണ്ട. അതിന് പകരം നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലോ. ഇവിടെ കുറച്ചുകൂടി വലിയ ടേബിൾ സെറ്റ് ചെയ്യും. എന്നാലും നമുക്കൊരു ഭയങ്കര തൊട്ടയില്ല ഏതെങ്കിലും താഴെ വരുന്ന രീതിയിലാണ് ഇവിടെ. പണി തുടങ്ങിയാലോ? തൽക്കാലം നമുക്ക് ചെറിയ തോതിൽ ഒന്ന് മയക്കുപടി വെച്ച് തുടങ്ങാം. അവര് വരട്ടുന്നതിന്റെ കാര്യമായിട്ട് തുടങ്ങാം. എന്ത് പറയടാ? ഓക്കെ. അതെ ഉദ്ഘാടന കർമ്മം. സ്റ്റോപ്പർ ഉണ്ടല്ലേ? ആ സ്റ്റോപ്പർ കാണുമല്ലോ. എടാ ഫുള്ളല്ലേ? ലിറ്റർ അല്ലോ. പക്ഷെ നല്ല വലുപ്പം തോന്നിക്കുന്നുണ്ട്. ഫുള്ളാണല്ലേ? ബക്കാടിക്ക് ലിറ്റർ ഉണ്ടോ ശരിക്കും? ഉണ്ടല്ലേ? നമ്മുടെ ഇവിടെ ഇല്ല. അല്ല. മണമൊക്കെ വരുന്നുണ്ട്. മൂന്ന് പേരെ ഉള്ളേ. 4ാമത് ഒഴിച്ച് വെക്കരുത്. നമുക്ക് പണി തുടങ്ങിയാലോ? നല്ല മണമൊക്കെ വരുന്നു. അപ്പൊ 2 പീസ് നല്ല ഐസ് കട്ടയൊക്കെ അങ്ങ് എടുത്തിട്ടോ. അതൊക്കെ കൊണ്ടുകൊണ്ട് ഫ്രഷ് ആയിട്ട് അടിക്കാം നമുക്ക്. ചേട്ടാ ഐസ് ഇട്ടേക്കാം. ഐസ് ഇട്ടിട്ടല്ലേ സോഡ? അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണല്ലോ അല്ലേ? തല്ലിപ്പിടിച്ചെടുത്ത ഐസാണോ? ഇട്ടോ 2 ഇട്ടോ. ഇങ്ങനെ മേടിക്കാൻ കിട്ടിയാണ് കേട്ടോ. എത്ര രൂപ ഒരു പാക്കറ്റിന്? 30 ഉള്ളല്ലേ? ഓക്കെ. സോ മിസ്റ്റർ ജോമൻജി, ഡ്രങ്കൻ ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നു. വളരെ അടുത്ത് തന്നെ എത്തും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ നമുക്ക് എന്തായാലും മയക്ക് വേണ്ടി തുടങ്ങാം. എന്ത് പറയുന്നു? അതെ എന്തായാലും ഒഴിച്ചു വെച്ചിരിക്കുകയാണല്ലോ. പക്ഷെ അയാളുടെ സംസാരം കേട്ട് തൊട്ടടുത്ത് ഞാൻ എത്തി. എന്നിട്ടും കൂടെ കയറാൻ എന്നുള്ളൊരു ധാരണയായിട്ടാണ് എനിക്ക് തോന്നിയത്.
ഇനിയിപ്പോ ഞാൻ നമുക്ക് എന്തായാലും പണി എന്നാൽ നമുക്കൊന്ന് ഒഴിച്ചു വെച്ചേക്കാം, മിക്കവാറും ഇപ്പൊ എത്തും. എന്തായാലും നമ്മൾ സോഡയൊക്കെ മേക്ക് ചെയ്യണല്ലോ, അതിനുള്ളിൽ ഡ്രങ്കൻ വരുവാണെങ്കിൽ ഡ്രങ്കൻ അതിനോട് ചെയ്തോടെ. ഞാൻ ആദ്യമേ പറഞ്ഞു ഡ്രങ്കന്റെ ആത്മാവിന് ഒഴിച്ചപ്പോ ഡ്രങ്കൻ അവിടെ വിളി വന്ന്, അതാണ് കാര്യം. കിട്ടോ പുള്ളിക്ക് വൈറ്റ് ഭാഗ്യം ഉണ്ടെങ്കിൽ അതെ തീർച്ചയായിട്ടും. മധ്യ ദൈവങ്ങളെ ഡ്രങ്കനെ കൊണ്ടുവരൂ. പുതിയതാണോ? ആ പിന്നെ പുതിയതാണ് സെറ്റ് ചെയ്യുന്നത്. കണ്ട ഞാൻ പറഞ്ഞ മധ്യ ദൈവങ്ങൾ കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. തനിക്ക് വേണ്ടി ഒഴിച്ചു വെച്ചതാ. തന്റെ ആ വിളി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി താൻ ഈ പരിസരത്ത് ഉണ്ടെന്ന്. അതെ ചെയ്വാ. നമ്മുടെ ജിമ്മൻ ഇത്തിരി സ്ലോ ആണ്. അവന് അവിടെ ജോബിന്റെ അവിടെ പണി കിട്ടിയോ ജോബിന്റെ ഞാൻ പറയാം കൂടെ വന്ന് വരാന്ന് പറഞ്ഞാൽ ഇന്ന് വന്നില്ല ബായ്. അത് കാരണം അവൻ ഇത്തിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് 7:30 ആവുന്നു. എന്നെ വന്നിട്ട് എന്തുകൊണ്ടേ അപ്പൊ തുടങ്ങിയപ്പാ തങ്കഞ്ചി ഐറ്റത്തെ കണ്ടല്ലോ, നമ്മൾ ഇതുവരെ കാണാത്ത ഐറ്റമാണ്. ബക്കാടിയുടെ ആണ്. ബക്കാടി മാത്രമല്ല ബക്കാടിയുടെ ഫ്ലേവർ കണ്ട ഏതാണെന്ന് വായിക്കൂടെ എടുത്ത് നോക്കൂടോ. തന്റെ കരസ്പർശം നോക്കിയിരിക്കുകയാണ് അവൻ. ബക്കാടി ഓർമ്മ ജോമോനെ വല്ല അറിയത്തില്ല, ഞാനാണ് ജോമോന് പറഞ്ഞു കൊടുത്തത്. ആ ഏയ് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയതാ. ഡേറ്റ് കണ്ട പ്രൊഡക്ഷൻ ഡേറ്റ് ഈ മാസം. മുറ്റത്ത് വെക്കണ തറ വെച്ചാ പോരെ. ഒന്നാമത് ഫ്രൈഡേ ഒന്നും കിട്ടത്തില്ല വേറെ. ആ അതെ തന്റെ ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ട് കേട്ടാ. പിന്നെ ഇതും തന്റെ ഐറ്റമാണ്. ഓക്കെ സജ്ജമായി കഴിഞ്ഞു അല്ലേ? ഇനി എടുത്ത് ചാമ്പിയ മാത്രം മതി. അപ്പൊ നമ്മുടെ ബ്രോ ഇത് പൊട്ടിച്ചപ്പോ തന്നെ ഒരു മണം പറഞ്ഞു അല്ലെ, വളരെ സാമ്യമുള്ള മണം. ആർക്കും ഊഹിക്കാം മാങ്ങയുടെ മണമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു മാങ്ങയുടെ മണമൊക്കെ തന്നെയാണ്, പക്ഷേ ഇതിന് മാങ്ങയേക്കാൾ കൂടുതലായിട്ട് സാമ്യമുള്ള ഒരു വസ്തുവായിട്ട് സാമ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടാ അത് മറ്റൊന്നുമല്ല, നമ്മുടെ പണ്ട് കാലം ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, നമ്മുടെ മാംഗോ വയ്ക്കുന്ന ഒരു മിഠായി ഉണ്ടായിരുന്നു, ഒരു മഞ്ഞ കവറില് സെയിം അതിന്റെ മണം അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ മാംഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് മാംഗോയുടെ മണം, പക്ഷെ ഇതിന്റെ ഫ്ലേവർ മണം എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. എനിക്ക് അത് സ്മെൽ ചെയ്തപ്പോഴത്തേക്കും തോന്നിയത് കറക്റ്റ് നല്ല പഴുത്ത മാങ്ങ. അതെ പഴുത്ത മാങ്ങ നല്ല മധുരം മണക്കുന്നുണ്ട്. റിയൽ പഴുത്ത മാങ്ങ നമ്മള് സ്മെൽ ചെയ്യുമ്പോഴത്തേക്ക് എന്താണോ അത് തന്നെ സത്യം. അപ്പൊ നമ്മുടെ മാംഗോ ചില്ലിയെ കടത്തി വെട്ടുക എന്നൊന്നും പറയുന്നില്ല, കാരണം അതിന്റെ ഫ്ലേവർ ഗ്രീൻ മാംഗോ ആണ്, പക്ഷെ ഇത് പഴുത്ത മാങ്ങയാണ്. പണി തുടങ്ങാൻ ഡ്രങ്കൻ ചെയ്യും. പണി തുടങ്ങിയല്ലോ. അതെ കുറെ നേരം ഒന്നല്ല, ഞങ്ങൾ ഒഴിച്ച് സെറ്റ് ചെയ്തപ്പോഴാണ് താൻ വിളിച്ചത്. അപ്പോഴാണ് പിന്നെ ഞാൻ ഇവന്റെയൊക്കെ പറഞ്ഞ് തന്റെ ഒരു മദ്യം മണം അടിക്കുന്നുണ്ടെന്ന് അല്ലേ? തുടങ്ങാൻ ഡ്രങ്കൻ ചെയ്യും. ഓക്കെ അതെ എന്തെങ്കിലും ഫോർമാലിറ്റി ഒക്കെ ഒരെണ്ണം ഇതെല്ലാം മാറും. ആദ്യത്തേക്ക് ഇങ്ങനെ ഭയങ്കര പിടുത്തൊക്കെ കാണും. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ ഇവർക്കെല്ലാം അറിയാം എന്റെ രീതികൾ എങ്ങനെയാണ്, അതൊരു കുഴപ്പമില്ല. എന്തായാലും മനസ്സിലായ സന്തോഷം, അവരും കൂടെ വേണ്ടതായിരുന്നു എന്നുള്ളത്. അപ്പൊ cheers. പഴുത്ത മാങ്ങ സത്യം പറഞ്ഞ ഇത് അടുത്ത റൗണ്ട് നമ്മൾ പണ്ടത്തെ പോലെ റിവ്യൂ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒറ്റ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായി സംഭവം എന്താണ്. കാരണം മണം പൊട്ടിക്കുമ്പോൾ തന്നെ ഫീലോ, ടേസ്റ്റും അത് നല്ല മധുരമാണല്ലേ. മധുരം ഇത്രയും മധുരമുള്ള ഒരു ഫ്ലേവേർഡ് വാട്ടർ ഞാൻ കഴിച്ചിട്ടില്ല. ഇടക്കം ചെയ്യും ശരിക്കും വൈനേക്കാളും മധുരമുണ്ട്. ശരിക്കും ജ്യൂസ് ഉണ്ട്. ഇങ്ങനത്തെ സാധനം ഇറക്കരുത്. നമുക്ക് കംപ്ലൈന്റ് അല്ല, ഇത് ഒരു ഇതാ പറയേണ്ടത്. കാരണം ഇങ്ങനത്തെ സാധനമൊക്കെ ഇറക്കി കഴിഞ്ഞാലേ ആൾക്കാർ ചുമ്മാ ഇരുന്ന് കുടിക്കും. കാരണം പക്ഷെ അത് വേറെ പ്രശ്നം ഉണ്ടായിട്ടത് നമ്മൾ ഇത് കുറച്ച് കഴിയുമ്പോൾ മടുത്തു മധുരമായതുകൊണ്ട്. അങ്ങനെ ഒരു സീനുണ്ട്. എല്ലാവർക്കും മധുര ഭൂരിഭാഗം ആൾക്കാർക്കും മധുരം ഇഷ്ടപ്പെടുന്നത് അറിയാലോ. അങ്ങനെ ഒരു സീനുണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പക്ഷേ ഷുഗർ നിർമ്മിക്കാം നല്ല പോലെ ആയിരിക്കാം. ശരിയാ. കാരണം വീര്യം കുറവാണ്, അത്ര വീര്യം തോന്നിക്കുന്നില്ല. പിന്നെ ഇതില് ഈ പറഞ്ഞ എന്തേലും വേറെ മധുരമുള്ളത് ജ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ചേർക്കരുത്.
അത് ചിലര് വേണമെങ്കിൽ പറയും ഇപ്പൊ മാംഗോ ചില്ലിയുടെ പറഞ്ഞു ജ്യൂസ് കേൾക്കണമെന്നല്ല, പക്ഷെ ഇതിന്റെ കൂടെ മാംഗോ ജ്യൂസ് ചേർത്താല് സൂപ്പർ ആയിരിക്കും. പക്ഷെ ഒരു ഗ്ലാസ് കൂടെ നമുക്ക് കുടിക്കാൻ പറ്റില്ല, അത്രയും മധുരം. ഇതിൽ ഭയങ്കര മധുരം. ഇത് കോക്ടെയിൽ വെക്കാനും പറ്റും, പക്ഷെ ആ ഫ്ലേവർ കിട്ടിയതല്ല, ഇതിന്റെ ഫ്ലേവർ ഇടിച്ചു നിൽക്കും. പിന്നെ മധുരം കൂടെ വരുന്ന ഇഷ്ടപ്പെടത്തില്ല. കോക്ടെയിൽ മേക്കറായിട്ട് മാംഗോ ബേസ്ഡ് കോക്ടെയിൽ കൊടുക്കണം. അതെ, അങ്ങനെയാണോ ഓക്കെയാണ്. ആ ഞാൻ പറഞ്ഞ ഡ്രങ്കനാണ് എനിക്കറിയാം. സാധനങ്ങൾ വേറെ ഒക്കെ ഇരിക്കുന്നത് അതേ തന്നെ കയറി പിടിച്ചല്ലോ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു 1700 രൂപയാണ് ഈ ഫ്ലേവർ. അപ്പൊ ഡേറ്റ് ആണ് അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ആക്ച്വലി. ജോമോൻജി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. 6-8 ഈ മാസത്തിൽ ജനിച്ചവനാണ് രംഗജി. ഇത് നീ പുലർത്തിയത് കഴിഞ്ഞ ആഴ്ച പഠിച്ചതാ. മലബാറാ തൊട്ടടെ? ഹോട്ടലിൽ പഠിച്ചത്. അതെ, മലബാറാണ്. ഇവിടെ അടുത്ത് മലബാറല്ലേ? മലബാറിന് മുമ്പ് നല്ല ബീഫാണല്ലോ. നമ്മ അത് കഴിക്കാത്താറും കുഴപ്പമില്ല. ഇവിടെ ഒരു 2-3 ബീഫ് സ്റ്റോൾ ഉണ്ട് അടുപ്പിച്ച് തന്നെ. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഫ്രഷ് വാങ്ങിച്ചു. നീ രക്ഷപ്പെട്ടല്ലോ, അടിപൊളി സാധനം കിട്ടുമല്ലോ. അത് ആണല്ലേ? വെട്ടി നമുക്ക് നേരെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യാൻ പറ്റും. അതാണ് പല സ്ഥലത്തും ബീഫ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബീഫാണെന്ന് പറഞ്ഞുകൊണ്ട് പശുവിനെ ഇതിനൊക്കെയാണ് തരുന്നത് പലതരം. പക്ഷെ അത് ഇതിന് എന്തോ ടെക്നിക്കൊക്കെ ഉണ്ട്, മനസ്സിലാക്കാൻ പറ്റും. ഇറച്ചി കാണുമ്പോഴേ ഓ മഞ്ഞ ഷെയ്ഡാണെങ്കിൽ പശു അല്ലേ? പോതാണോ? അല്ല അതല്ല, നെയ്യുടെ കളർ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മഞ്ഞായിരിക്കും പോത്തിന്. പശുവിനാണെങ്കിൽ വെള്ളം അല്ലേ? ബീഫിനെ കുറിച്ച് ഗവേഷണം നടത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല, ഇത് നമ്മളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ പോയി മേടിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോ വീട്ടുകാർ ചീത്ത പറയാറുണ്ട്. അങ്ങനെയാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇതിന്റെ ഈ പോത്തിന്റെ തല വെട്ടി ഫ്രണ്ടിൽ അതെ, അത് പിന്നെ ഇത് കാണും എത്തത്തില്ല. പിള്ളേരെ കാണുമ്പോ ഇന്നത്തെ ടാർഗറ്റ് എത്തിക്കുന്നത്. ഈ പശുവും ഇറച്ചി, പശുവിന്റെ ഇറച്ചി ഇതിന്റെ ഇറച്ചി തമ്മിൽ എന്താണ് പ്രശ്നം? എന്താണ് വ്യത്യാസം വല്ല ഉണ്ടോ? നല്ല കാര്യമായിട്ടല്ല, ടേസ്റ്റ് കൂടുതലാണ്. ആ പക്ഷെ എരുമയുടെ അത്ര സുഖമില്ല, നെയ്യ് കൂടുതലായിരിക്കും അല്ലേ? പോത്തിറച്ചി. അതെ, പണ്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടാ. നമ്മുടെ പണ്ടാരങ്ങളിൽ ഒരു ഷാപ്പ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ടാ ഷാപ്പ്. അവിടെ ഇതുപോലെ ഇറച്ചി മേടിക്കും. അവിടെ പക്ഷെ ചൂടോടെ തരും. ഒരു 5-10 മിനിറ്റ് മാറി എഴുതിയ സാധനം കല്ലുപോലെ ആയിപ്പോ. നെയ്യ് എരുമ കാരണം കഴിക്കാനേ വേണ്ടി റബ്ബർ പോലെ ഇരിക്കുന്ന സാധനം. നമുക്കൊരു ഷാപ്പിൽ പോയാലോ? നമുക്ക് മറ്റേ ന്യൂയോർക്ക് ജംഗ്ഷനിൽ പോയാലോ? ന്യൂയോർക്ക് ജംഗ്ഷൻ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ന്യൂയോർക്ക് സിറ്റി. പിന്നെ വേറെ ഏതോണ്ട് അടുത്ത് തന്നെ. അതുപോലെ തന്നെ അമേരിക്കൻ പേരിട്ട വേറൊരു ബാർ ഷാപ്പ് അടുത്ത് തന്നെ. ന്യൂയോർക്ക് സിറ്റി. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ട്രെൻഡിങ് പേരൊക്കെ നല്ല അഭിപ്രായം കേട്ടോ അതിനെ കുറിച്ച് പറയുന്നത്. താൻ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടാവുമല്ലോ. അങ്ങോട്ട് വണ്ടിക്ക് ഒരു ചെരുവുണ്ടായല്ലോ. എന്റെ അടുത്താണ്. അല്ല ഞാൻ ചമ്പക്കുളത്താണ്, ഞാൻ പറയുന്നുണ്ട്. എടോ എനിക്ക് ചമ്പക്കുളത്താണ് മറ്റേ ഇടത്ത് അവിടെ അങ്ങോട്ട് അങ്ങോട്ട് പോണ വേണോ? നെടുമുടിപ്പാലം. ഏത് പള്ളിയില്ലേ? എന്റെ അവിടെ നേരമുള്ള വലിയ പാലം ആണല്ലേ? ഓഹോ, അതൊക്കെ കണ്ടുപിടിച്ച് വെച്ചേക്കോ അല്ലേ? നമുക്ക് ദിവസം പോലെ നമ്മളിപ്പോ മദ്യപിക്കത്താറ് നമുക്ക് എപ്പോ വേണേ പോയല്ലോ. എന്ത് പറയുന്നു? നീ പറഞ്ഞാടാ അതിലൊരു ദിവസം നിനക്ക് ഓഫ് കിട്ടത്തില്ല പകല് ഞാൻ സൺഡേസ് ഒന്നും. അതാണ് വിഷയം. ലീവ് എടുക്കാൻ പറ്റത്തില്ലേ? ഷാപ്പിൽ പോകാൻ പറയണം. നമ്മൾ മനുഷ്യനല്ലേ? ഞാൻ ബാറിൽ നമ്മുടെ ബാറിൽ വർക്ക് നീ ഷാപ്പിൽ പോയി നിന്ന് അടിച്ചോ എന്നേക്കും അടിച്ചോന്ന് പറയും. ഷാപ്പിൽ വേണ്ടി ജോലി ചെയ്തോളാൻ പറയും. എന്തൊരു കഷ്ടമാണ് അപ്പൊ മനസ്സിന് എവിടെയെങ്കിലും പ്രവർത്തിക്കും. ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ജീവിതം വേണ്ടെന്നാ. അല്ലാടാ കുറച്ച് ഒഴിച്ചാൽ മത്തടിക്കുന്നു. അല്ലാണ് നീ ഒഴിച്ചോ? ഗ്ലാസ് ഏതൊക്കെയായിരുന്നു? തന്റെ ഏതോട്ടോ റങ്ങഞ്ചി? ആ സ്റ്റിക്കർ പരിപാടി തുടങ്ങി. ഇതാണ് ഡ്രങ്കൻ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. അതാണ് എന്റെ എനിക്കൂടെ തുടങ്ങില്ല.
ഇത് സീനാ. വിസ്കി കൊടുക്കത്തുള്ളൂ. വിസ്കി കൊടുക്കുന്നവർക്ക് കുഴപ്പമില്ല. അയ്യോ ഇത് നീ എന്താ പറയാ, എന്താണ് ഇതിന്റെ കൂടുതൽ ഗ്യാസ് കയറ്റി കഴിയുന്നതാണ് പ്രശ്നം ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? കൂടുതൽ ഗ്യാസ് കിട്ടിക്കഴിഞ്ഞാൽ പക്ഷെ ഞാനേ നമുക്ക് തന്നെ കുഴപ്പമുള്ളൂ. അതെ, അല്ല ഞാൻ ഈ യൂട്യൂബിൽ ഏതോ കണ്ടത്, മദ്യത്തിനകത്താണോ ബിയറിനകത്താണോ എന്നറിയത്തില്ല, മദ്യത്തിനകത്താണോ ബിയറിനകത്താണോ അറിയത്തില്ല, ഇതിനകത്ത് ഈ ഗ്യാസ് കയറ്റുന്ന ഏതോ മണ്ടം പിള്ളേര് ഇതിനകത്ത് എടാ മദ്യത്തിനകത്ത് അങ്ങനെ ചെയ്യാവോ? കുഴപ്പമുണ്ടാവില്ലേ? ഇല്ല, ഇതില് വരെ ഇപ്പൊ ഈ പറഞ്ഞ മാംഗോ ലിക്കർ എടുത്ത് ഒഴിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ഗ്യാസ് ആയിട്ട് വരും. കുഴപ്പമില്ല അങ്ങനെ കഴിക്കുന്നതിന്. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറ്റാക്കൊക്കെ ഒരു മണി എന്താണ് ഫലം ഉണ്ടാവുന്ന പറഞ്ഞത് അല്ല, നമ്മൾ കണക്ക് പ്രകാരം ചോദിക്കുമായിരിക്കും അതെന്തായിട്ട് കുഴപ്പം. നമ്മളിപ്പോ ലിക്കർ ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ട് സോഡ ഒഴിച്ച് കുടിക്കുന്നു, അപ്പൊ അതുപോലെ തന്നെ അല്ലേ കാർബൺ ഡയോക്സൈഡ് അല്ലേ എന്തായാലും വരുന്നതിനകത്ത്. അല്ല, അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇത് നമുക്ക് ലിക്കർ വേണമെങ്കിൽ ഇത് കാർബണേറ്റഡ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് കുടിക്കാം, വെള്ളം ഒഴിച്ച് കുടിക്കാം. അതായത് കാർബൺ ഡയോക്സൈഡ് അളവ് കൂടി പോകും. പിന്നെ സോഡ ഒഴിക്കണം, അപ്പൊ വെള്ളം ഒഴിക്കണം, സോഡ ഒഴിക്കരുത്. അപ്പൊ അത് രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഈക്വൽ ശരിയാണ്. അല്ലാതെ ഇത് ഡ്രൈ അടിക്കുമ്പോഴത്തേക്കും ഈ ആൽക്കഹോൾ ഡ്രൈ ആയിട്ട് ചില്ലുകയും ചെയ്യുന്നു, അതിന്റെ കൂടെ ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഉള്ളിൽ ചില്ലുകയും ചെയ്യുന്നു. ലിമിറ്റ് ചെയ്യാനുള്ള തന്നെ മദ്യം ശരീരത്തിന് ദോഷമാണ്. അതിന്റെ കൂടെ വേറെ ഇമാതിരി സോഡ ചേർത്ത് കഴിക്കുന്ന മതി. നമ്മളിപ്പോ രണ്ട് പെഗ് ഒരു ഗ്ലാസ് അല്ല, 2 പെഗ്, ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ പെഗ് നമ്മൾ നിറച്ച് സോഡ ഒഴിച്ച് കുടിച്ചെന്ന് വെച്ചോ, ആ 2 പെഗ് നമ്മൾ കഴിക്കുന്നു. എന്നാൽ ആ 2 പെഗ് നമ്മൾ ഡ്രൈ ആയിട്ട് കഴിച്ചാലും അത്രയും സോഡ ഒഴിച്ച് കുടിച്ചാലും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പ്രോസസ് ഒന്നും തന്നെ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. ഡ്രൈ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൂമ്പ് വാടും, അല്ലെ കുടല് കത്തും, ഇതൊക്കെ മണ്ടതമാണ്. അല്ല, അത് അതിനകത്ത് വേറൊരു തിരുത്തുണ്ട്. ഡ്രൈ ആയിട്ട് അടിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അത് അടിക്കുന്നതിനും ഡ്രൈ ആയിട്ട്, അതായത് നീറ്റ് അടിക്കുന്നൊക്കെ പറയില്ല. അതെ, നീറ്റായിട്ട് നമുക്ക് ഡ്രിങ്ക് യൂസ് ചെയ്യാം. അത് അതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിപ്പ് ചെയ്യണം നമ്മൾ. ഒറ്റ വലിക്ക് ഇത് കഴിഞ്ഞാൽ ഇത് വേണം. നമ്മൾ ഒറ്റ അടിക്ക് പോകില്ല. അതായത് ആസിഡ് വീഴുന്ന ഒരു എഫക്റ്റ് ആയി പോകും. തീർച്ചയായും നമുക്കറിയാമല്ലോ. നമ്മളൊക്കെ സാധാരണ ഡ്രൈ അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സിപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ഒറ്റ അടി അടിക്കത്തുള്ളൂ. മലയാളികൾ ആരായാലും അത് ഡേഞ്ചർ, അത് ഡേഞ്ചറാ. കാരണം നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് അറിയാം എങ്ങനെ ചെയ്യും. നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ഇവിടെ പുക വരുന്ന ഒരു ഫീൽ വരത്തില്ല, അപ്പൊ ഉടനെ വെള്ളം എടുത്ത് കുടിക്കും. അതാ പറഞ്ഞ വളരെ കറക്റ്റാണ്. അത് ആ സെയിം ഇഫക്റ്റ് തന്നെയാണ് സോഡയോ വെള്ളമോ ചേർത്തിട്ട് ഒരു മദ്യം നമ്മൾ ഒറ്റ വലിക്ക് കുടിക്കുമ്പോഴും ഉണ്ടാകുന്നത്. അത് ബ്രെയിൻ ആകുന്നത് നമ്മൾ അറിയുന്നില്ല. അത് നമ്മുടെ ഈ ബ്രെയിൻ അതിനെ ഹൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ആ ഒരു ഫീല് നമുക്ക് പക്ഷെ ബ്രെയിൻ ആകുന്നുള്ളൂ. അത് ഈ വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പെയിൻ ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ബ്രെയിൻ ആകുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ വൈകിട്ട് പോയിന്റാണ് പറഞ്ഞത്. ഡ്രൈ ആയിട്ട് അടിക്കുമ്പോഴാണെങ്കിൽ സിപ്പി അടിക്കണം. സിപ്പി അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉമിനീര് അതുമായിട്ട് കലർന്നു കഴിയുമ്പോഴത്തേക്കും പതിയെ ചെല്ലുമ്പോഴത്തേക്കും അതിനേക്കാളും സ്പീഡായിട്ട് വാളായിട്ട് തിരിച്ചു വരും. സിപ്പ് ചെയ്യാൻ പോയി അതായത് താല്പര്യമില്ല. ഡ്രൈ സിപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി നല്ല ക്വാളിറ്റി സാധനം കുടിക്കണം. അതെ, വിസ്കി സിംഗിൾ മാൾട്ടൊക്കെ അല്ല. പക്ഷേ നമുക്ക് തന്നെ സിപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനമുണ്ട് നമ്മുടെ കേരളത്തിലെ സാധനമല്ല. നമ്മുടെ ജേഡി നമുക്ക് സിപ്പ് ചെയ്ത് കഴിക്കാം. എത്രയാണ് നമ്മൾ സുഖമാണ്. ഇപ്പോഴാണ് എത്രയാണ് നമുക്ക് സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന സാധനമാണ് ജേഡി. പിന്നെ നമ്മുടെ സാധനമുണ്ടല്ലോ ജോണി വാക്കർ ബ്ലൂ ലെവൽ, അതും സിപ്പ് ചെയ്തതിന് ഞാൻ പരീക്ഷിച്ച സാധനം എക്സ്പീരിയൻസ് ചെയ്ത് കുഴപ്പമില്ലാന്ന് തോന്നിയ സാധനങ്ങളാണ്. പക്ഷെ ജേഡിക്ക് ഒരു കുഴപ്പമില്ല. അല്ല തനിക്കും പറഞ്ഞില്ലേ, നമ്മളന്ന് ഡ്രൈ അടിക്കുകയും ചെയ്തതാണ്. Yes, boy. Come on, Rangan. അടിക്കട്ടെ. ഐസ് അത്ര ഇടണ്ട, ഭയങ്കര പെരുപ്പ് ഐസിന്. താങ്കൾക്ക് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എങ്ങനെയുണ്ട്? നല്ല അഭിപ്രായം. അത് ബെക്കാഡിയുടെ, എനിക്ക് ബെക്കാഡിയുടെ ഫ്ലേവറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബെക്കാഡി ലിമൺ. നമ്മൾ പഴയ വീട്ടിൽ വെച്ചെടുത്താൽ പറഞ്ഞു നല്ല സാധനം, മടുക്കത്തില്ല. അതിനുശേഷം എനിക്ക് ഇത് തന്നെ ഇഷ്ടം. എനിക്ക് ഗുവയോട് വലിയ താല്പര്യമില്ല. എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഗുവയുടെ കുപ്പി നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടല്ലോ. ഗുവയുടെ കുപ്പി ഒന്ന് അടപ്പൊന്ന് ടൈറ്റ് ചെയ്തൊന്ന് വെച്ച് എവിടെയും വെച്ച് കഴിഞ്ഞാല് ഉറുമ്പരിക്കും. അത്ര അതല്ലേ? അപ്പൊ ഇതും അതുപോലെ തന്നെ ആയിരിക്കും. ഇത് അതിനേക്കാളും നല്ലതല്ലേ? ഇതും വെച്ച് നോക്കണമല്ലോ. എനിക്കൊന്ന് അത്ര മധുരം ഇതിനില്ല. ഇല്ലല്ലേ?
ഗുവ ഞാൻ അധികം കഴിക്കാത്തതുകൊണ്ടായിരിക്കും. കാരണം ഗുവ ഞാൻ പലപ്പോഴും ഞാൻ ട്രൈ ചെയ്യാൻ നമ്മൾ ട്രൈ നോർമൽ ചെയ്യും. നമ്മൾ കൊച്ചി ട്രിപ്പില് നമ്മൾ ട്രൈ ചെയ്തതാ ഗുവ. നമ്മൾ അപ്പുറത്തെ പേര് കൊച്ചി വെച്ച് തന്നെയാണ്. കൊച്ചി വെച്ച് നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ റമദാൻ വെച്ച് മേടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ എനിക്ക് ഗുവയോട് എനിക്ക് അത്രയും താല്പര്യമില്ല. നമ്മളൊരു വല്ലാത്തൊരു ഫ്ലേവറാണ് അതിന്റെ. മധുരമായ തന്നെ നമുക്ക് മടുപ്പിക്കുന്ന ഒരു സാധനമാണ്. അതെ, അത് മടുത്തു സത്യമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് മധുരം ഉണ്ട്, പക്ഷെ നമുക്ക് അവിടെ മടുക്കുന്നില്ല. ആ ഒരു കൊതി തോന്നുന്നു. ആക്ച്വലി അതൊരു മയത്തിൽ അടിക്കുവാണെങ്കിൽ ഒരുപാടിട്ട് കുങ്കുമാന്ന് അടിക്കാൻ നമുക്ക് വെറുത്തു പോകും. അത് ഏത് സാധനമായാലും മടുക്കും. അല്ലെ, നമുക്ക് മാങ്ങ എന്ന് പറയുന്ന സാധനം ഒരിക്കലും മടുക്കത്തില്ല, സത്യമാണ്. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ കൂടി ആയതുകൊണ്ടാണ് നമ്മൾ എത്ര വേണം. അതെ, അപ്പൊ ഞാൻ ഈ ബോട്ടിൽ എടുത്തപ്പോ തന്നെ പറഞ്ഞു നമ്മുടെ മാംഗോ ചില്ലി വോഡ്കയ്ക്ക് ഒരു എതിരാളിയാണോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ ഞാൻ ഇപ്പോഴും അടിത്തറയിട്ട് പറയാണ്, കിങ്സ്വെൽ മാംഗോ ചില്ലി വോഡ്കയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അല്ലെ, ഒരു ബന്ധവുമില്ല. രണ്ടും വോഡ്കയാണെങ്കിൽ ഇത് റമ്മല്ലേ, ഫ്ലേവർ റമ്മല്ലേ, അത് വോഡ്കയല്ല. എനിഹൗ നമ്മളിപ്പോ വൈറ്റ് റമ്മും വോഡ്കയൊക്കെ ഏകദേശം എല്ലാവരും ഒരേ ഒരു പ്ലാറ്റ്ഫോമിലാണ് കാണുന്നത്. രണ്ടും വെളുത്തിരിക്കുന്നതുകൊണ്ട്. പക്ഷേ മാംഗോ ചില്ലി വോഡ്കയും ബക്കാഡി മാംഗോ ചില്ലിയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധമില്ല. ഒരു തരത്തിലും സാമ്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ഒരു തരത്തിൽ സാമ്യപ്പെടുത്താൻ കേട്ടോ, എന്ന് പറയാം, രണ്ടും വൈറ്റ് ആണ്. അത് ഒഴിച്ചു കഴിയാൻ മറ്റൊരു സാമ്യമില്ല. പിന്നെന്ന് പറഞ്ഞാല് ഇതിന് 1700 രൂപ, മാംഗോ ചില്ലിയുടെ അരയ്ക്ക് ഇപ്പൊ 1000 രൂപയായി കാണുമായിരിക്കും. ഇപ്പൊ സാധനം കിട്ടാത്തത് കാരണം അല്ല, കുറച്ചാൾ മുമ്പ് 900 രൂപ കഴിഞ്ഞു. ലാസ്റ്റ് പഠിച്ചപ്പോ 900 രൂപയായി അരയ്ക്ക്. സാധനം കിട്ടാത്ത ബാധകാരിക്കുള്ള ഊറ്റുവാടാ. 500 രൂപയ്ക്കാണ് ഞാൻ ആദ്യത്തെ അര മേടിച്ചത്. പിന്നെ അത് 840 രൂപ. ഇപ്പൊ 900 ആയിരുന്നു ലാസ്റ്റ് മേടിച്ചത്. ഇപ്പൊ 1000 ആയി കാണും. അല്ലേ വേണം ചെയ്യും. ഞാൻ തള്ളുപറയല്ല. ഞാൻ വേണമെങ്കിൽ അടുത്ത ദിവസം മാംഗോ ചില്ലിയുടെ അര മേടിച്ച് ഞാൻ കാണിച്ചു തരാം. ബോട്ടിൽ പ്രൈസ് നോക്കണ്ട. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ബില്ലുണ്ടല്ലോ, ബില്ല് ഞാൻ കാണിച്ചു തരാം. അല്ല, എനിക്കൊന്നും അത് വേറെ കാരണമല്ല, ഇതിനടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് ഇതിന്റെ വില കൂട്ടുന്നത്. അതെ അതെ, എന്റെ കൂടെ ഇരുന്നുകൊണ്ട് എന്നെ എനിക്കിട്ട് ചാകാൻ പോകുന്നു കണ്ട. അവര് എത്രത്തോളം അതിനോട് ഫാൻസ് ആയിട്ട് മാറുന്നു, അപ്പൊ അവര് തീർച്ചയായിട്ടും. കാരണം ഇതിന് ഈ പറഞ്ഞ വളരെയധികം സത്യസന്ധമായ കാര്യമാണ്. കാരണം ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും മാംഗോ ചില്ലി ഏതാണ്ട് ഇപ്പൊ പൊട്ടി വീണ ഏതാണ്ട് സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പരിവേഷം കൊടുത്ത് നമ്മളൊക്കെ തന്നെയാണ് ഇത് പൊട്ടിഘോഷിച്ചത്. പക്ഷെ ഞാൻ അന്നും പറയുന്നുണ്ട്, ഇത് ഇപ്പൊ ഒരു ട്രെൻഡ് അത്രേ ഉള്ളൂ. അത് കവിഞ്ഞ് ഇതിനകത്ത് അത്ര വലിയ ഒരു ഇമ്പാക്ട് ഒന്നും ഇല്ല. ആ സാധനം വലിയ കിക്കും ഇല്ല. അതെ, അതിലും നല്ല മദ്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ അതിന്റെ ഇമ്പാക്ട് ഇല്ല. പക്ഷെ ഇതിപ്പോ ഒരു സാധാരണ ഒരു നാട്ടിൻപുറം സ്റ്റൈൽ ആയിട്ടുള്ള സാധനം വന്നു എന്നുള്ളൊരു പേര് നമ്മൾ ഇത് അറിയാതെ നമ്മളിപ്പോ അങ്ങനെയാണല്ലോ അടിച്ചു കയറി ട്രെൻഡിങ് ആയില്ലേ. ഇപ്പൊ പുതിയൊരു സാധനം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. ഇൻസ്റ്റാഗ്രാം കാണുന്ന രസമായിട്ട് തനിക്കും അറിയാമായിരിക്കും. പക്ഷെ പാണ്ടി കയമ്പാറ മോനെ ഇപ്പൊ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. അപ്പൊ അതാണ് ഒരു ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ട്രെൻഡിന്റെയും വൈബിന്റെയും കാലാണ്. ഒരു അർത്ഥവും ഇല്ലാത്ത കാര്യങ്ങൾ പോലും ട്രെൻഡിങ് ആവും. മാംഗോ ചില്ലിയാണ് എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബേഴ്സും എന്നെ പോലെ മാംഗോ ചില്ലി ചെയ്തതാണ് ഇത്രയും വട്ടം. ഞാൻ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു തവണ എന്നെ യൂട്യൂബ് ചതിച്ചു, എന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു ആ വീഡിയോ. അതുകൊണ്ട് ഞാൻ ഒരു 10 പ്രാവശ്യമെങ്കിലും ചെയ്തു. പിന്നെ അത്രയേ ഉള്ളൂ. അതൊരു സ്വീറ്റ് റിവെഞ്ച് അഗൈൻസ്റ്റ് യൂട്യൂബ്. ഡ്രങ്കന്റെ ഐറ്റത്തെ പിടിച്ചേക്കാം. കപ്പ ഫ്രഷ്. ഞാൻ ഒരു സോളോ വീഡിയോ ചെയ്തായിരുന്നു മുല്ലപ്പെരിയാറിനെ കുറിച്ച്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റടുത്ത സർക്കാർ. അതിനെ കുറിച്ച് വിമർശിക്കുന്ന പരിഭ്രാന്തിയോ അല്ലെ? അതെ, അത് പടർത്തുന്നവർക്കെതിരെ കേസെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഈ കഴിവറാമൻ തന്നെയല്ലേ ഈ വർഷത്തില് വലിയ ജനാവലി സംബന്ധിച്ചിട്ട് മനുഷ്യ ചങ്ങല ഉണ്ടാക്കിയത്. മുല്ലപ്പെരിയാർ പൊട്ടും, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിക്കണം, ഇതിനെതിരെ പ്രവർത്തിക്കണം. അതിനെതിരെ പരിഭ്രാന്തി പരത്തുന്നവരെതിരെ കേസെടുക്കുന്നു. എന്താണ് ഇങ്ങനെ? എന്താണ് ഇവനെ കൊണ്ട് അതിന്റെ അടിയിലുള്ള മരത്തെ കെട്ടിയിടണം, മനസ്സിലായ? ബോംബും വെച്ച്. അതാണ് ചെയ്യേണ്ടത്. ഗൂഗിൾ മാപ്പ് നോക്കിയാൽ തനിക്കറിയാം ഒരു വളവുണ്ട്, ഡാമിന് വളവുണ്ട്. അതല്ലേ സീൻ. പണ്ടാ ഞാൻ ചോദിക്കാൻ വന്ന കാര്യം മറന്നുപോയല്ലോ. അങ്ങനെ ഈ പറഞ്ഞ കേസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പരിഭ്രാന്തി പരത്തുന്ന കേസ്, അത് ആനക്കാര്യം പോലെ ചാനലിലും മറ്റിടത്തും ഒക്കെ ദേശാഭിമാനിയിൽ എല്ലാം പൊട്ടി ഘോഷി. ഇതൊക്കെ സ്റ്റേഷൻ ചാനത്തിൽ വിടാവുന്ന കേസ് മാത്രമേ ഉള്ളൂ. അതാണ് നിയമം. എനിക്കതൊക്കെ അറിയാം. അപ്പൊ ഞാനിപ്പോ അതിൽ വെല്ലുവിളി കളിക്കണമെന്നല്ല. താനിപ്പോ പറഞ്ഞല്ലോ 5 ജില്ലയെ മാത്രമേ എഫക്ട് ചെയ്തുള്ളൂ. 5 ജില്ല എഫക്ട് ചെയ്ത കാര്യത്തിൽ ഇതാണ്. ഇപ്പൊ കാണിച്ചു തരാം. ഒഴിയോ എന്തോരം വേണം? ചെറുമതിയാ? ചെറുമതി.
അറിയാം. മതി മതി മതി. തനിക്ക് നടക്കണം. അതെന്റെ ഒന്നുമല്ല. അല്ല അതെന്റെയാണ് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് മതി. എന്റെ ക്ലാസ് ഏതാ? ഇതാ. സ്റ്റിക്കർ ഉണ്ടല്ലോ, സ്റ്റിക്കർ. അതെ. ഇവിടെ നോക്കി സ്റ്റിക്കറൊന്നും കാണുന്നില്ല. അതിനകത്ത് ഓൾറെഡി ഐസ് മെൽറ്റായ വെള്ളം ഉണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട കാര്യം പറ. 5 ജില്ലകളെ ഡയറക്റ്റ് അഫക്ട് ചെയ്യും. ഞാനിപ്പോ പിന്നെ ആവർത്തിക്കുന്നില്ല, പക്ഷെ തന്നോട് പറഞ്ഞു ഞാനിപ്പോ 5 ജില്ല എഫക്ട് ചെയ്തുള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പറയാണ്. 5 ജില്ലകളെ നേരിട്ട് എഫക്ട് ചെയ്യും. പക്ഷേ ഈ സാധനം ഫിസിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ദേശം മതിയാ എടാ സോഡ. ഇവിടെ ഈ 5 ജില്ലയിൽ എഫക്ട് ചെയ്ത് ഈ സാധനം എന്ന് പറയുമ്പോൾ ഭയങ്കര ക്വാണ്ടിറ്റിയിലാണ് വരുന്നത്. നമ്മുടെ കടൽ എന്ന് പറയുന്നതൊക്കെ ഫിസിക്സ് ആണ്. അപ്പൊ ഇത് കടലിലോട്ട് ഈ സാധനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കടലിലോട്ട് ഈ സാധനങ്ങളോട് എലമ്പിച്ചെല്ലുമ്പോൾ കടല് ഇത് ഉൾക്കൊണ്ടിട്ട് തിരിച്ച് പടുകൂറ്റൽ സുനാമി ആയിട്ട് തിരിച്ച് കയറി വരും. അപ്പൊ നമ്മുടെ ഈ 5 ജില്ല അല്ല പോകുന്നത്. മനസ്സിലായി? അതാണ് ഇതിന്റെ തിയറി. ഇത് വെറുതെ കെട്ടുകഥയല്ലേ പറഞ്ഞു. ഇതൊക്കെ കറക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് മറ്റു രാജ്യങ്ങളിൽ. ഫിസിക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ വേറെ റെഫറൻസ് ഉണ്ടോ ഞാൻ കണ്ടെത്തിയതല്ല, ഇതിനെ കുറിച്ച് അറിയാമെന്നില്ല. ഞാൻ വീഡിയോക്കകത്തും പറഞ്ഞത്. അതായത് നമ്മുടെ കൊച്ചി പോകും. അറിയാം, കൊച്ചിയാണ് ഏറ്റവും പരിപൂർണമായിട്ടും പോകുന്നത് ആലപ്പുഴയെക്കാട്ട് പോകുന്നത്. അപ്പൊ കൊച്ചിയിൽ എന്ന് പറഞ്ഞാല് ഓയിൽ ഫാക്ടറി ഉണ്ട്, മറ്റേ ക്രൂഡ് ഓയിൽ ഉണ്ട്. ക്രൂഡ് ഓയിൽ കൊച്ചി പെട്രോളിയത്തിന്റെ സ്ഥലമാണ്. അപ്പോൾ അതുപോലെ തന്നെ ക്രൂഡ് ഓയിലും കാര്യങ്ങളൊക്കെ കടലിൽ പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ ഇത് ഒരിക്കലും വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വെള്ളത്തിന്റെ മുഖത്തല്ല ഒലിച്ചാണ്. കടൽ എന്ന് പറയുമ്പോൾ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിവുണ്ടാവും. ഇത് പല സ്ഥലങ്ങളിലായിട്ട് വ്യാപിച്ച് തീ വളർന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിന്ന് കത്തും. പിന്നെന്താ പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം. കാരണം ഇടുക്കി പോകുമ്പോ തന്നെ അത് താഴെ വെച്ചിരിക്കും. ഇതൊക്കെ വന്നേക്കുന്ന അവസ്ഥ ഞാനിപ്പോ വെള്ളത്തിൽ പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ വെള്ളത്തിന് മീനെ വയ്ക്കുമ്പോ നമ്മൾ ഈ പറഞ്ഞ കാട്ടുതീ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാട്ടുതീ എന്ന് പറഞ്ഞാൽ കടലിൽ ചാടി രക്ഷപ്പെടാം. വെള്ളം ഒളിച്ചു വരില്ലേ. പക്ഷെ അതിലെ പ്രശ്നം കേരളം മാത്രമല്ല. ഇപ്പൊ സർവേ പ്രകാരം പറയുന്നത് ഗോവ പോവും, പിന്നെ വിദേശ രാജ്യങ്ങളിലോട്ട് ഈ ക്രൂഡ് ഓയിൽ എത്തിക്കുക അവര് നിന്ന് കത്തും. കർണാടകയിലെ ഒരു ഏരിയ, തമിഴ്നാട്ടിലെ ഒരു ഏരിയ. തമിഴ്നാട്ടിലെ 3 ജില്ലകൾ പോകും. തമിഴ്നാട്ടിലെ 3 ജില്ല ഏതൊക്കെയാണ് എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. പക്ഷെ അത് തമിഴ്നാടാണല്ലോ ഇത്ര കഠിനം വാശി പിടിക്കുന്നത്. എന്നിട്ട് അവന്മാരുടെ തന്നെ പോകും. പിന്നെന്ന് പറഞ്ഞാല് തമിഴ്നാട്ടിൽ കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല. അത് മറ്റൊരു കാര്യം. നമ്മുടെ ഇവിടുന്നാണല്ലോ അവന്മാർ വെള്ളം മൊത്തം കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ വലിയ ദുരിതങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ. ഞാൻ എത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ പോകും. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്റെ വിഷമം മാത്രമല്ല ഇതെല്ലാം കൂടി പൊട്ടി വലിച്ചു വന്നു കഴിഞ്ഞാൽ ഉള്ള ബാറുകളും ബിവറേജുകളും പോകുന്നതിന്റെ നിന്റെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഉണ്ടാക്കാം. ടെൻഷൻ വന്ന വിഷമം നിന്റെ പറത്തിന് തമാശകളും ഇത് ഭയങ്കരമായിട്ട് എർത്ത്ക്വേക്ക് പ്രോണാണ്. എപ്പോ വേണേ ഒരു ഭൂകമ്പം ഉണ്ടായി തീരാവുന്ന കേസേ ഉള്ളത്. ഒരു ഉറപ്പില്ല, കൊള്ളയാണ് പല ഭാഗങ്ങളും ഇപ്പോഴും. അപ്പൊ വെള്ളത്തിൽ നടുവിൽ നിൽക്കുന്ന ജോമോന്റെ അഭിപ്രായം എന്തായിരിക്കും? അതെ, എനിക്ക് ഇത് തന്നെയാണ്, ഈ അഭിപ്രായം തന്നെയാണ്. ഞാനിത് എനിക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും പറയാനെല്ലാം പോകുന്നുള്ള വിഷമമാണ്. നമ്മള് തന്നെ ഒരുമിച്ച് അങ്ങ് ഒലിച്ചു പോകുന്നൊരു അവസ്ഥയാണ്. പിന്നെ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ല പ്രൈവറ്റ് ജെറ്റ് വല്ലതും വേണ്ടി വരും. പുറത്തേക്ക് പോയി ഇവിടുന്ന് വരട്ടെ, അല്ലാതെ വേറെ വഴിയില്ല. ഗോവ പോകുന്ന പറഞ്ഞിരിക്കുന്നത്. ഗോവ നശിക്കും. അതെ, ഇവിടുന്ന് ഇപ്പൊ നമ്മള് പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയാണ്, അത് പോകും. അതെ, വീലെ പിടിച്ചേറി സിനിമയെ കാണുന്ന പോലെ. നമുക്ക് ഓടാമെന്ന് വെച്ച് കഴിഞ്ഞാലും ഇപ്പൊ ആലപ്പുഴക്കാരെ സംബന്ധിച്ച് അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ കടല്, ഇവിടെയാണ് കായല്. അപ്പൊ രണ്ടും വെള്ളം തന്നെയാണ്. അപ്പൊ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു അഹങ്കാരവും ഒരു ഭാഗ്യവും ആലപ്പുഴക്കാരും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ മലയില്ല, മല കുന്ന് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നത്. പക്ഷെ ഇത് പൊട്ടിക്കഴിഞ്ഞാല് ഒന്നും ചെയ്യാം. ഏറ്റവും പോകുന്ന ചിലപ്പോ ഇത് തന്നെ ആയിരിക്കും. അതെ അതെ, പടിഞ്ഞാറന്ന് കയറി ചിന്തിക്കണ്ട, കടലിന്റെ പക്കത്തില് നമ്മളൊക്കെ. അത് പിന്നെ സമാധാനം ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേതെന്ന് പറഞ്ഞ ചെളിയും അതും ഇതൊക്കെയാണ്. കടലെന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചെങ്കിലും ചാവും, ഉപ്പുവെള്ളം ആണെങ്കിലും. അങ്ങനെ ഒരു സമാധാനമുണ്ട്. അതെ, നമുക്ക് കോക്ടെയിൽ അടിച്ച് പിടിക്കാം. ഇവരെ കണ്ടുപിടിക്കാൻ പെട്ടെന്നായിരിക്കും. ചിലപ്പോ എന്റെ ബോഡി കിട്ടുന്ന അങ്ങനെ ആയിരിക്കും. ചിലപ്പോ ഇങ്ങനെയൊക്കെയുള്ള സീനിലായിരിക്കും എന്റെ കിട്ടുന്നത്.
എന്തായാലും അത്രേ ഉള്ളൂ. ഒന്നും അറിയുന്നല്ലേ. വേറെ കാര്യമുണ്ട്, കുടിച്ചു മരിച്ച കാര്യം പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയുള്ളൂ. ഈ ഇന്ത്യ അല്ലെങ്കിൽ ലോകം കണ്ട ഒരു സിനിമയ്ക്കകത്ത് കുടിച്ചു മരിച്ചൊരു നായകനുണ്ട്. അതാരാ? KGF, റോക്കി ബായ്. അത് പറയാൻ പറ്റുന്നില്ല. റോക്കി ഇപ്പോഴും മരിച്ച സ്ഥിരീകരണം വന്നിട്ടില്ല. അതെ, തേർഡ് പാർട്ട് കാണുമ്പോ അറിയാം. കടലില് മുങ്ങി താഴ്ന്നുള്ളത് നമ്മള് കണ്ടതാണ്. അതെ, അതുവരെ കണ്ട്. അപ്പൊ എന്തായാലും കുടിച്ചു കഴിഞ്ഞാൽ പുള്ളി അതെ, കുടിച്ചു മരിച്ചവൻ അല്ലല്ല, കുടിച്ചു മരിച്ചവൻ വേറെ ആളുണ്ട്. ഒരു ലിറ്റർ ബോട്ടിൽ. അതെ, ജോണി വാക്കർ ബ്ലൂ ലെവല് അടിച്ച പുള്ളി മരിച്ച. അതെ, അന്തസ്സോടെ മരിച്ചേക്കുന്നത് മരിച്ചെന്ന് പറയുന്നത്. പക്ഷെ വേറെ ആളുണ്ട് വെച്ചാലേ, ഇത് എന്റെ കണ്ടെത്തലല്ല, എന്റെ കൂടെ ഇരിക്കുന്ന ആ ഒരു മധ്യ രാജാവിന്റെ കണ്ടെത്തലാണ്. ഞാൻ ചോദിച്ചു, ഈ കുപ്പി കാണിച്ചു, ഈ മൊട്ടത്തിന് ഭയങ്കര കുടിയായിരുന്നെങ്കിലേ രംഗം പറഞ്ഞൊരു ഡയലോഗുണ്ട്, ആ കുടിച്ചു മരിച്ചു. അതെ, കുടിച്ചു മരിച്ചു. ഞാനത് തഗ്ഗാനിട്ട് അത് ഇന്നും വൈറലാണ്. കുടിച്ചു മരിച്ചുക. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ ഇന്നെന്ന് പറയുന്നത് ഡ്രങ്കനാ. പച്ചനൊക്കെ പറഞ്ഞ സ്ക്രിപ്റ്റ് ആണെന്ന് എനിക്ക് പക്ഷെ ഇതൊന്നുമല്ല. നമ്മൾ പറയുന്ന സെക്കൻഡില് അത് ശരിക്കും ഒരു വലിയ കഴിവേണ്ട. നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ലായിരിക്കും. ഓരോ ഡ്രങ്കിന്റെ തഗ്ഗ് ഡ്രങ്കി ഇങ്ങനെ കുടിച്ചു ഭയങ്കര കുടിയായിരിക്കും മൊട്ടത്തല്ലേ. ആ കുടിച്ചു മരിച്ചു വിടാം. ഡ്രങ്കിന്റെ എക്സ്പ്രഷൻ ഉണ്ട്, കുടിച്ചു മരിച്ചു വിടാം. അതാണ് ഡ്രങ്കിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഈ ബാറും ബീവറേജും അടയ്ക്കുന്നതിന് ഒരു കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ കേരള സർക്കാർ കണ്ടുപിടിക്കുന്ന കാരണങ്ങളെ. അതായത് ഒരു ഡ്രൈ ഡേ എന്ന് പറയുമ്പോഴത്തേക്കും 1-ാം തീയതി എന്തായാലും ഡ്രൈ ഡേ ആണ്. നമുക്ക് കേരളത്തില് 1-ാം തീയതി ഡ്രൈ ഡേ ആണ്. പക്ഷെ അല്ലാതെ കുറെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അനാവശ്യമായിട്ട്. അതായത് അനാവശ്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും പറയുന്നില്ല. മെയിനായിട്ട് വരുന്നത് ഇപ്പൊ ഗാന്ധി ജയന്തി, ഗാന്ധി സമാധി, ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി, പിന്നെന്താണ് ശ്രീകൃഷ്ണ ജയന്തി, ഇങ്ങനെയുള്ള നബിദിനത്തിനാവുകയില്ല. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, അതെ, അങ്ങനെയുള്ളവർക്ക് ഇത് അടച്ചിടുവാണ്. ഇത് അങ്ങനെ അടച്ചിടുമ്പോഴത്തേക്കും ഒരു വിഷയം വരുന്നത്, ഇവര് ചിലപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് ആ ദിവസം മദ്യപിക്കാതിരിക്കുക ആളുകൾ. പിന്നെ സർക്കാരിന് എന്തെങ്കിലും നഷ്ടമാണ്. അത്രയും ആ ഒരു കോടിക്കണക്കിന്റെ ബിസിനസ് പോകും. അതവര് ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് അവർ അടച്ചിടുന്നു. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നത് ആ ദിവസങ്ങളിലായിരിക്കും. തീർച്ചയായിട്ടും തലേദിവസം വാങ്ങിച്ചു വെച്ച് കൂടുതൽ പേര്. പണ്ടും അത് ഇന്നും അത് നമ്മുടെ ധാരണ എന്താ, ഇങ്ങനെ 1-ാം തീയതി വന്ന് ഇങ്ങനെ പബ്ലിക് ഹോളിഡേ വന്ന് അന്നത്തെ ദിവസം കുടിയന്മാരൊന്നും കുടിക്കാറി അങ്ങനെ ആശ്വസിക്കുന്നു. എന്ത് കാര്യം ഉണരടേ, എല്ലാരും സ്റ്റോറി വെക്കുന്ന സാധനം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വന്നതല്ല, ഇത് കുടിക്കാത്തതോ അവരുടെ ഇഷ്ടമാണ്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് ടൂറിസം മേഖലയ്ക്കാണ്. തീർച്ചയായിട്ടും. കാരണം ഇതൊന്നും അറിയാതെ പല രാജ്യങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് ആളുകൾ വരുന്നൊരു സമയമുണ്ട്. അവര് വരുമ്പോഴത്തേക്കും നേരെ വന്നിട്ട് അവര് ഡ്രിങ്ക് ഒന്ന് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ഇന്ന് ഡ്രൈ ഡേ ആണെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇവർ ആലോചിക്കുന്നു എന്താ ഡ്രൈ ഡേ. ചിലപ്പോൾ അവരിവിടെ വരുന്നത് എൻജോയ് ചെയ്യാനായിട്ടാണ്. തീർച്ചയായിട്ടും. അത് ഒരുപാട് 194 രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടുന്ന് എല്ലാ സ്ഥലത്തുനിന്നും ആളുകൾ വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ റൂൾ, ഇതാണെന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ ഡ്രൈ ഡേ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ആരാ കുടിക്കുന്നത്? ഡ്രൈ ഡേ ഒക്കെ എല്ലാവരും കുടിക്കും. പിന്നല്ലേ, കുടിക്കേണ്ടവൻ കുടിക്കും. ഏത് രീതിയിലാണ് അവന്റെ സാധനം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ കുടിക്കുന്നത്. അതെ, അതുതന്നെയാണ് ഇവനും പറഞ്ഞ് ആ വരുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. അന്നാണ് ഏറ്റവും കൂടുതൽ കുടിക്കുന്നത്. ഒരാൾക്ക് അവധി കിട്ടുന്നത് അവൻ 2 അടിക്കണമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഈ സാധനം സ്വയം സാധനം തന്നെ, പക്ഷെ മടുക്കും. എനിക്ക് ആ ഒരു ഫീല് വരുന്നുണ്ട്. മധുരം ഉള്ളതുകൊണ്ടാട്ടോ, ഫ്ലേവർ ഒരു രക്ഷയില്ല, കൊതി വരും. നമ്മൾ പണ്ട് ഓർമ്മയുണ്ടോ സ്മിർനോഫിന്റെ എക്സ്പ്രസോ നമ്മൾ രാവിലെ പോയി കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, ഒരു രക്ഷയില്ല മോനെ. അതുപോലെ മധുരമൊന്നും ഇല്ലെങ്കിലും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പറയില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയാണ് വരുന്നത്. ഇപ്പോഴും വരുന്നുണ്ട്. അവിടെ ഇല്ല, അവിടെ ഇല്ല. ഞാൻ വേണ്ടെന്ന് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു പിന്നെ ഇതുണ്ടല്ലോ മറ്റേ മാജിക് മോന്റെ ചോക്ലേറ്റ്, അറിയോ? ഇപ്പോഴും കൊതി വരുന്നത് പേര് ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ 2 അടിച്ചു. അതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ എസൻസിന്റെ ചൊവയാണ്, ചോക്ലേറ്റ് ആണ് നമുക്ക് ഈ മദ്യത്തിന്റെ സത്യമാണ്. പിന്നെ ഇത് ഇറക്കുന്നത് എനിക്ക് കുറച്ച് ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടും. അവർക്ക് വേണ്ടി 1-2 പെഗ് കഴിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സാധനമാണ് അത്. കിട്ടുന്നുണ്ടോ? നിന്നെ കിട്ടിയില്ലല്ലോ, നിന്റെ ഞാനല്ലേ.
അല്ല ഇലയിട്ട് ഞാൻ അടിക്കാൻ പോകുന്നില്ല. ഓക്കെ അത് അല്ല പിന്നെ അത് കൊള്ളാം. അല്ല ഞാൻ അടിക്കാൻ പോലും നിന്റെ ചാനലല്ലേ എന്നെ കിട്ടായിരിക്കും. അല്ല താൻ ആ പറഞ്ഞ വളരെ കറക്റ്റ് പറയുള്ളൂ. കാരണം ഈ ഫ്ലേവറും മധുരവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ലേഡീസ് ആണ്. അവർക്ക് എന്തായിരിക്കും ഇത് കാരണം? ഇത്രയും നീ അത്രയും ചിരിച്ചാ ഞാനപ്പോ അതൊരു വല്ലാത്ത ചിരിക്കലായിപ്പോയല്ലോ. അങ്ങനെ ചിരിക്കേണ്ട കാര്യം എന്താ? ഫിറ്റ് ഇല്ല സംസാരത്തിൽ നമ്മൾ മുഴുകിപ്പോയതാണേ. ഇത് ഒരു സത്യമായിട്ടോ ഇതിനായിട്ട് കഴിച്ചിട്ട് ഫിറ്റ് എന്നുള്ളൊരു തോന്നൽ വന്നിട്ടില്ല. സത്യസന്ധത പറയാം. എന്തോ പ്രശ്നമുണ്ട് ലിവറൊക്കെ അടിച്ചു പോയി. സംസാരിക്കുന്നല്ലോ കുഴപ്പമില്ല. ഒരുമാതിരി മധുരമുള്ള സിറപ്പ് കുടിക്കുന്നവരുണ്ട് സത്യം. അല്ലാതെ വേറെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ആക്ച്വലി. ലോഡിംഗ് ആണ് ലോഡിംഗ് അല്ലേ റെക്കോർഡിംഗ് ആണ്. എന്താണ് അങ്ങനെ ഇരുട്ടത്ത് പരിപാടി? ഇരുട്ടത്ത് തപ്പുന്നു അല്ല ഭക്ഷണം എന്നാ അടുത്ത രണ്ട് മൈക്കൂടി വെക്കി ഇരുട്ടത്തേന്ന്. ഇത് നമ്മൾ ഈ സാധനം അടിച്ചിട്ട് കണ്ണിന്റെ കാഴ്ച പോയതാണോ അതോ അതെ അങ്ങനെയാണോ അതാണോ എന്ത് പണ്ടാണോ എനിക്ക് ഒഴിച്ചു തന്നു. അപ്പൊ ചോദിക്കും നീ തന്നെ അല്ലടാ മേടിച്ചോണ്ട് പോകുന്നത്. ഗൈസ് നമ്മൾ കഴിക്കുന്നതിനിടക്ക് കറണ്ട് റദ്ദായിരിക്കണം. ഡ്രങ്കൻജി അവകാശപ്പെടുന്നു ഇത് ലോഡ് ഷെഡിങ് ആണെന്ന്. ആണോ? ഉറപ്പാണോ? 6:50 എന്ത് ലോഡ് ഷെഡിങ്? അവർക്ക് തോന്നുന്ന സമയത്തല്ലേ? അല്ലിപ്പോ മഴയും വെള്ളവും ഒക്കെ ആവശ്യത്തിലുണ്ടല്ലോ ഇടുക്കിയില്, പിന്നെ എന്തിനാ ലോഡ് ഷെഡിങ്? സംതൃപ്തിയുള്ളല്ലേ? പച്ച അതെ എന്താണ് പഴുത്ത വാങ്ങാൻ മൂക്കിലൂടെ അടിച്ചു കയറും. അതെ സത്യം. ആക്കോട് ഇടുക്കി ഡാമിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ എന്തിനാണ് ഡാമുകള്? ഇപ്പൊ മുല്ലപ്പെരിയാർ മാത്രം പൊട്ടിയുള്ളൂ. ഇത്രയും വലിയ ജനസംഖ്യ മരണസംഖ്യ ഉണ്ടാവത്തില്ല. ഓരോ മരണവും വിലപ്പെട്ടതാണെന്ന് അറിയാം. എങ്കിലും ഞാൻ പറയണം, പക്ഷെ ഇതിനോടനുബന്ധിച്ച് 15 ഡാമുകളാണ് പൊട്ടാൻ പോണത്. അത് ഈ ഉപയോഗം ഇല്ലാത്ത ഡാമുകള്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവന് ഡാമുകൾ ഉണ്ടെന്ന് ഒരു പ്രയോജനം ഇല്ലല്ലോ എന്ന് ആലോചിക്കുക. എന്ത് കാര്യത്തിന്? വന്നല്ല അവന് മല. ലോഡ് ഷെഡിങ് അല്ലേ? ലോഡ് ഷെഡിങ് 10 മിനിറ്റ് കൊണ്ട് കേരള സംസ്ഥാനം മുഴുവൻ കണ്ടുപോയ എത്ര യൂണിറ്റ് കിട്ടുമെന്ന് ഇതിന് ഇവന്റെ ഫ്യൂസ് പോയതാണെന്ന് ആർക്കറിയാം. ഓരോ അടിയും ഓരോ തുള്ളി വെള്ളവും അമൂല്യമാണെന്ന് പറയുന്ന പോലെ അല്ലേ? നീ എന്താ ക്യാമറ മാറ്റം പഠിക്കുന്നത്? ഡ്രഗൻ രംഗരാജ്. ഓരോ ബീഫും അമൂല്യമാണ്. അതെ, ഡ്രഗന്റെ തിയറി അതാണ്. ഓരോ പീസ് ഫുഡും അമൂല്യം. അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായത്തിൽ എന്ത് വേണം, മാംഗോയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്, മണമുണ്ട്. അതെ. പക്ഷെ അതെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഈ മാംഗോ ചില്ലി എന്ന് പറഞ്ഞിട്ടേ മാംഗോയുടെ ഫ്ലേവർ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ചില്ലി ഇല്ല. ഇത് മാംഗോ ചില്ലിനാണോ? അത് ശരിയാണ്. ചില്ലി എവിടെ കിടക്കുന്നത്? റെഡ് ചില്ലിയുടെ പടമുണ്ട്, പക്ഷെ പേരുമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും എരിവെന്ന് പറയുന്ന ഒന്നുമില്ല. അതെ, ഇതിനകത്ത് ചില്ലിയായിട്ട് ഒരു ബന്ധമില്ല അല്ലേ? ബന്ധമില്ല. പക്ഷെ മാംഗോ ചില്ലി വോഡ്കയ്ക്ക് ചില്ലിയുടെ ഒരു ഫ്ലേവർ ഉണ്ട്. ഇത് ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമായിരുന്നു. വെക്കാടി മാംഗോ എന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു. അതെ, ബക്കാടി മാംഗോ ഫ്ലേവർ. ഇപ്പൊ എന്താണെന്നറിയോ, ഇതിപ്പോ ഈ പന്നതുകൊണ്ടല്ല, മാംഗോ ചില്ലി ഒരു ട്രെൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് ചേർത്ത് മാത്രം. ഇതിനകത്ത് ഞാനിപ്പോ അഭിപ്രായം പറയുകയാണെങ്കിൽ, അഭിപ്രായം എന്നല്ല, ഇതാണ് സത്യം. ഇതിനകത്ത് ചില്ലിയുടെ മുളകിന്റെ ചില്ലിയുടെ ഒരംശം പോലും ഇല്ല. മധുരം മാത്രമേ ഉള്ളൂ. ഇത് വെറുതെ ആൾക്കാരെ പറ്റിക്കാനാട്ടാ. ഇപ്പൊ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നോടൊന്നും തോന്നിട്ട് കാര്യമില്ല മക്കളെ. വാസ്തവം മാത്രമേ പറയുള്ളൂ. ഇതുപോലുള്ള അവതാരങ്ങൾ ഉണ്ടാവും സത്യസന്ധത വിളിച്ചു പറയാനായിട്ട്. അതെ, വേറെ കീറിയിട്ട് ഓക്കെ, മാംഗോ ചില്ലി ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ. പക്ഷേ അല്ലാതെ പിന്നെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ മാംഗോ വിത്ത് യുവർ ഓൺ ചില്ലി എന്ന് പോലെ ഇടണം. ബക്കാടി പ്ലെയിൻ വാങ്ങിച്ചിട്ട് ചില്ലി. അതെ, നമ്മള് ഒരു സമയത്ത് ഒരു ഇത് പഠിച്ചിരുന്നത് എന്താണ് ഇച്ചിരി സ്പൈസസ് മസാല ലേമോ ഉണ്ടായിരുന്നു. ഏതായിരുന്നു? അല്ല, എന്തോ ഒരു സാധനം ലേമോ ഉണ്ടല്ലോ. പേര് കിട്ടുന്നില്ല. നമ്മുടെ വീഡിയോ ചെക്ക് ചെയ്ത് നമ്മൾ ഇവിടുത്തെ വീഡിയോ, ഈ റൂമിൽ നിന്ന് ചെയ്ത വീഡിയോ, അത് ഈ പറഞ്ഞ പോലെ സ്പൈസ് ഉണ്ടായിരുന്നു. നല്ല സ്പൈസ്, എല്ലാ സ്പൈസ് നമ്മൾ നല്ല. അതെ, ശരിയാ. അത് ഈ പറഞ്ഞ പേരിനോട് വളരെയധികം സാമ്യമുള്ള സാധനമാണ്. പക്ഷെ ഇത് പേരിനോട് അത്ര സാമ്യമില്ല. കുറിച്ച് കേട്ടിട്ടില്ല.
ഇത് ആ ബ്രാൻഡ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് മറ്റേതിൽ നിന്ന് ഉണ്ടായ ഇതാണ്, മാംഗോ ചില്ലിയിൽ നിന്ന് ഉണ്ടായത്. അത് അങ്ങനെ ജെറ്റ് പോട്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മാംഗോ എന്ന രീതിയിൽ കൊള്ളാം. നല്ല പഴുത്ത മാങ്ങയുടെ ഫ്ലേവർ, നല്ല മധുരമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഇതുപോലെ ഈ പറഞ്ഞ ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കുമാണ്. ഒരു 2 പക്ക കടിക്കേണ്ട ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് വലിയ സുഖമില്ല, വലിയ സുഖമില്ല സത്യം. അത് നമ്മളിപ്പോ എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കുന്നതാണ്. പിന്നെ ഈ ചില്ലി, അതാണ് ചില്ലിയുടെ ചില്ലി ഇല്ല, അത് വെറും പേരിനല്ല ഇറങ്ങും ചെയ്യും. എരിവില്ല. 2 പച്ചമുളക് കയറി ചിട്ടാലേ. എന്നാലും മതി. പച്ചമുളക് ഉണ്ടോടാ? ചോറുണ്ട്. വേണോ വേണോ? എന്തിന് സുഖമില്ല കഴിക്കാനായിട്ട്. മധുരം തന്നെ മധുരം. കത്തിപ്പോയി എരിവുള്ള മുളകാണ്. നമ്മൾ വന്ന് ഓർമ്മ ഫോട്ടോ വെച്ച് പോയിട്ട് രാവിലെ ബക്കാടി വൈറ്റിനകത്ത് അടിച്ചിട്ട്. പക്ഷെ അത് നല്ല സുഖമായിരുന്നു കേട്ടോ. ആ പച്ചമുളക് നാരങ്ങ വിട്ട് രാവിലെ തന്നെ വെറും വയറ്റ് അടിക്കാൻ നല്ല സുഖമായിരുന്നു. അതെ, താങ്ങോരേതാ പറയല്ലേ, താരം എവിടെ നടന്നു പോയി, കളപ്പുറത്തേ പോയി. ഞാൻ ഫുഡ് ബ്ലോഗിന് ഇടയ്ക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ഇപ്പൊ വരെ നടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ തന്നെ കാണുന്നില്ല. അപ്പൊ ഈ റൗണ്ട് മൈക്കോട്ടെ, നമ്മുടെ സാധനം തീരാറായല്ലേ? സാധനം തീരാറായി, ഒരു റൗണ്ടോടേ ഉള്ളൂ. തീർത്തിട്ട് പോകണോ? ഇന്നത്തെ എന്തിരുന്നു ഒന്നുമില്ലല്ലോ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജിമ്മനെ എത്താൻ പറ്റത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെയും കാര്യങ്ങൾ അതെ, അത് പൊഴിയും. പിന്നെ അവസാനം നമ്മുടെ കോറ തന്നെ തന്നു. നമ്മൾ ഫേറ്റൽ 4 എന്നൊക്കെ പറഞ്ഞിട്ട് ഫേറ്റൽ 5 ആയതായെന്ന് വിചാരിച്ചാണ്, പക്ഷെ എല്ലാം പോയി. അതൊന്നും നമ്മളെ തളർത്തത്തില്ലല്ലേ. എന്തായാലും ജോമന്റെ വീട്ടിൽ വരുമ്പോ എപ്പോഴും ഒരു പ്രത്യേക പോസിറ്റീവ് എല്ലാം ചെയ്യണം അല്ലേ? നമ്മൾ അന്ന് അത് ഇന്നും അതെ, നമുക്ക് എൻജോയ്മെന്റ് ഉണ്ട്. എന്റെ സാധനം അടപ്പായിരുന്നല്ലേ വൈകി അതിന്റെ ഒഴിക്കാൻ പോകുന്നേ ഉള്ളൂ. തണുപ്പ് സമ്മതിക്കുന്നില്ല, ഐസേ. ചിക്കനല്ലേ ഗ്ലാസിന്റെ ബ്രാൻഡ് നീ ഒഴിച്ചില്ലേ? നമ്മളപ്പോ കലാപരിപാടി നിർത്താന്ന് കരുതിയിരുന്നെ, അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു ഗ്ലാസ് ഇന്ധനമില്ല. എന്നാ അങ്ങനെ നമുക്കൂടെ ഒഴിക്കാമല്ലോ ഉള്ളു. അടുത്താക്കിയാലേ ഇതൊരു ബോണസ് ആയിട്ട് വിടുന്നുണ്ട്. എന്തുടാ നീ മീൻ പിടിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഹിമാലയൻ soda. Okay, it all comes down to this. അതെ, ചെറിയ ലീക്കായല്ലേ? ഇപ്പൊ കാണുമ്പോൾ അപ്പൊ എന്തിരുന്നാലും സാധനം ഓക്കെയാണ്, എൻജോയ് ചെയ്തു. പക്ഷെ മടുപ്പിക്കുന്നുണ്ട് അല്ലേ ഇടക്കിടക്ക്. മധുരം നമ്മളെ മടുപ്പിക്കുന്നുണ്ട്. ആ മധുരം ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് നല്ലൊരു ക്വാളിറ്റി സാധനമായിരുന്നു. സോ ദ ഫൈനൽ പറഞ്ഞു. അല്ല, അതെന്താണേലും മധുരമാണേലും എന്താണേലും നമുക്ക് ഓവറായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഒരു മടുപ്പ് വരും. തീർച്ചയായും മധുരം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ മടുപ്പ് വരും. ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു സംഭവം. വൈബിന് വേണ്ടി പറ്റിയ ഫ്ലേവർ വാട്ടറുടെ മദ്യമില്ലാട്ടോ. ഞാൻ പച്ചവെള്ളം ഒഴിക്കും. പിന്നെ എന്നെങ്കിലും എത്തിയാ മതിയല്ലോ. എത്തി. സോ ദ ഫൈനൽ റൗണ്ട് മൈക്രോവേവ്. Cheers. Cheers. ഇതിനകത്ത് മദ്യത്തിന്റെ ഒരു ഫീൽ പോയി ഇതുവരെ തോന്നിയിട്ടില്ല. സത്യം, ഐസ് ഇടാതെ കഴിക്കാനാണ് എനിക്ക് ആകെ കൂടെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുത്തിയ മധുരവും ഈ തണുപ്പും, ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് ഇതിനെതിരായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. മദ്യമല്ലല്ലോ, ഫ്ലേവർ വാട്ടറിന്റെ ഒരു ഫീൽ. മാംഗോ മതി. അതെ, ജ്യൂസ് കുടിച്ചെന്ന് പറഞ്ഞാൽ മതി, വേറെ കാര്യമൊന്നും. വേറെ
വീട്ടിലെ ഈ വൈഫൊക്കെ പൊക്കുന്നുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. മാംഗോ ഫ്രൂട്ട് അത് ശരിയാ, അവർക്ക് പറയാം. ശരിയാ. മദ്യത്തെ കുറിച്ച് അത്രയും അറിയില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞേ അമ്മാനെ അമ്പാലെ എന്താണ് ശ്രദ്ധിക്കണ്ടോ അമ്പാലെ? അപ്പൊ പണ്ട് തൊട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഡ്രങ്കരാജ് എന്ന് പറയുമ്പോൾ ഒരു ഫാൻസി ഡ്രസ് കാരനായിട്ട് നിങ്ങൾ ചിലപ്പോൾ സങ്കല്പിക്കും. പക്ഷെ സമയത്തിനും ഓരോ നിമിഷവും ഓന്ത് നിറം മാറുന്ന പോലെ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഗോവ ചരിത്രം തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പൊ കണ്ടോ, നിന്ന് നിൽപ്പിൽ ആളെ രൂപം മാറി, ഭാവം മാറി, എല്ലാം മാറി. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാര്യം ഇഷ്ടപ്പെടും അല്ലേ? അതെ. അപ്പോ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ചിയേഴ്സ് യുവർ ഗുഡ് നൈറ്റ്.